നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബെസ്റ്റ് മെഡിക്കൽ ഡ്രാമാസ് ആണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ? ഫസ്റ്റ് ഡ്രാമയാണ് ഡോക്ടർ റൊമാൻറ്റിക്. അതായത് ഡോക്ടർ റൊമാൻറ്റിക് കിം എന്നാണ് ഈ ഒരു ഡ്രാമയുടെ ഫുൾ നെയിം. 2016 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആൻഡ് മെഡിക്കൽ ഡ്രാമയാണ് ഡോക്ടർ റൊമാൻറ്റിക് കേട്ടോ. ഇതിൽ ടോട്ടല് 3 സീസൺസ് ആണ് ഉള്ളത് കേട്ടോ. ഇതിൽ ഫസ്റ്റ് സീസൺ റിലീസ് ആയിരിക്കുന്നത് 2016 അതിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് 16 എപ്പിസോഡ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതൊരു കൺട്രി സൈഡിലുള്ള ഹോസ്പിറ്റലിനെയും അതിലുള്ള കിംസാബു എന്ന് പറയുന്ന വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സർജന്റെയും സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഇതിൽ ഒരുപാട് യങ് ഡോക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അവർ ഒരുപാട് വേരിയസ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുകയും ഒരുപാട് സർജറീസും നമുക്ക് ഈ ഡ്രാമയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. സോ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമകളും അതേപോലെ തന്നെ സർജറീസും ഒക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഡ്രാമയാണ് കേട്ടോ. ഇതിൽ കിംസാബു എന്ന് പറയുന്ന ഡോക്ടറാണ് കേട്ടോ ഈ 3 സീസണിലെയും മെയിൻ ആയിട്ടുള്ള ആള്. കാരണം ഈ ഒരു ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഡോക്ടർ റൊമാൻറ്റിക് കിം എന്ന് പറയുന്ന ആ ഒരു കിം ഈ കിംസാബു എന്ന് പറയുന്ന ഡോക്ടറാണ് കേട്ടോ. അദ്ദേഹം നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. എല്ലാ സർജറീസും അദ്ദേഹം സക്സസ്ഫുൾ ആക്കും കേട്ടോ. സോ എല്ലാ ഡോക്ടേഴ്സും ഇദ്ദേഹത്തിന്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ട്രെയിനേഴ്സ് ആയിട്ടാണ് നമ്മുടെ ആക്ടറും ആക്ട്രസും ഇതിൽ വരുന്നത് കേട്ടോ. ഇത് മെയിൻ ലീഡ്സ് ആയിട്ട് കിംസാബു ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കിംസാബു ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ഹാൻസു ക്യൂ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ ട്രെയിനേഴ്സ് ആയിട്ട് അഭിനയിക്കുന്നത് യൂൺ യോ സ്യോക്ക് എന്ന് പറയുന്ന ആക്ടറും സ്യോഹ്യോൺജി എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. സോ ഫസ്റ്റ് സീസണിൽ ഇവരുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഇവര് സിയോൾ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ശേഷം അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കാരണം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് കൺട്രി സൈഡിലുള്ള ഈ ഹോസ്പിറ്റലിലോട്ടേക്ക് വരികയാണ് കേട്ടോ. കോയിൻസിഡൻസ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടേക്ക് എത്തുന്നത്. സോ കിംസാബുവിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുകയാണ്. ശേഷം ഇവര് ആ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഇവരുടെ റിലേഷൻഷിപ്പും ഒക്കെയാണ് ഈ ഡ്രാമയിൽ മൊത്തം പറയുന്നത് കേട്ടോ. സെക്കൻഡ് സീസണും തേർഡ് സീസണും 2020 റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിലും മെയിൻ കാസ്റ്റ് നമ്മുടെ കിംസാബു തന്നെയാണ് കേട്ടോ. പക്ഷേ കാസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് സീസണിലത്തെ നടനും അല്ല ഈ സെക്കൻഡ് സീസണിലുള്ളത്. ഇതില് വേറെ 2 ട്രെയിനേഴ്സ് ആണ് കിംസാബുവിന്റെ കീഴിൽ വരുന്നത് കേട്ടോ. അപ്പൊ അതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആൻ സോഹ്യോപ്പ് എന്ന് പറയുന്ന ആക്ടറും ലീ സങ് ക്യോൺ എന്ന് പറയുന്ന ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ സ്റ്റോറിയും ഇവര് മീറ്റ് ആക്കുന്നതും ഒക്കെയാണ് സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലും പറയുന്നത്. സൈഡ് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് നേഴ്സും അതേപോലെ തന്നെ മറ്റ് ഡോക്ടേഴ്സിന്റെയും ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. അവരുടെയൊക്കെ ആക്ടിങ്ങും അവരുടെയൊക്കെ ആ ഒരു റിലേഷൻഷിപ്പും അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ടീം വർക്കാണ്. അപ്പൊ ആ ഒരു ടീം വർക്ക് തന്നെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. കൂടാതെ ഇതിലെ OSTകളും നല്ലൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. ഇനി എല്ലാവരും 4th സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതിൽ സെക്കൻഡ് സീസൺ ഏകദേശം ഒരു 16 എപ്പിസോഡ്സും തേർഡ് സീസൺ ഒരു 18 എപ്പിസോഡ്സും ഉണ്ട്. ഇത്രയും എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാതിരിക്കണ്ട. ഓരോന്നിലും ഓരോ സ്റ്റോറി ലൈൻ ആണ് പറയുന്നത്. സോ എങ്ങനെയും നമുക്ക് വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. 4th സീസണിൽ നമുക്ക് ഫസ്റ്റ് സീസണിന്റെ നടനും പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും 4th സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും 4th സീസണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ഈ ഡ്രാമ മറക്കാണ്ട് കാണാം. ഇനി സെക്കൻഡ് ഡ്രാമയാണ് 2017 റിലീസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഷിപ്പ്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാല് ഒരു ചെറിയ ഐലൻഡിലുള്ള ഷിപ്പില് മെഡിക്കൽ കെയർ കൊടുക്കുന്ന ഒരു കൂട്ടം ഡോക്ടേഴ്സിന്റെ സ്റ്റോറിയാണ് ഹോസ്പിറ്റൽ ഷിപ്പിൽ പറയുന്നത് കേട്ടോ. ഇത് നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. നമ്മുടെ കഥയിലെ നടി ഒരു ഡോക്ടറാണ് കേട്ടോ. നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അവളും ഇതിൽ എന്താണ് എല്ലാ സർജറീസും സക്സസ്ഫുൾ ആക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. ശേഷം അവൾ നമ്മുടെ ആക്ടറിനെ മീറ്റ് ആക്കുന്നു. അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ എങ്ങനെയായിരിക്കും, ആ ഒരു ഷിപ്പിലുള്ള ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, ആ ഒരു ഷിപ്പിൽ എങ്ങനെയായിരിക്കും ഇവര് സർജറി ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു അടിപൊളി ഡ്രാമയാണ് ഹോസ്പിറ്റൽ ഷിപ്പ്.
ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹാജുവൺ എന്ന് പറയുന്ന ആക്ട്രസ് ആണ് കേട്ടോ. ആ ഒരു ആക്ട്രസ് ആണ് സർജൻ ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ കാൻമി ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറും ആണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 26 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഒരു മെലോ ഡ്രാമയാണ് കേട്ടോ, 2022 റിലീസ് ആയിട്ടുള്ള ഇഫ് യു വിഷ് അപ്പോൺ മീ. ഈ കഥയിൽ നമ്മുടെ നായകൻ യോങ്യോറെ കുറെ കാലം ജയിലിലായിരുന്നു കേട്ടോ. അവൻ ചെയ്തിട്ടുള്ള ഒരു തെറ്റു മൂലം അവൻ എന്ത് ചെയ്യാണ്, ജയിലിലായിരുന്നു. ശേഷം അവൻ ക്യാൻസർ പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ വോളണ്ടിയർ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് കയറുകയാണ്. ശേഷം അവന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതേപോലെ തന്നെ ലൈഫിന് എങ്ങനെ വാല്യൂ കൊടുക്കണം, റിലേഷൻഷിപ്സ് എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണ് ഇഫ് യു വിഷ് അപ്പോൺ മീ. എനിക്കിത് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജി ചാങ് വൂക്ക് ആണ്. അദ്ദേഹത്തിന്റെ ഡ്രാമകളെല്ലാം എനിക്ക് ഓൾറെഡി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇഫ് യു വിഷ് അപ്പോൺ മീ കേട്ടോ. ഇതിൽ ജി ചാങ് വൂക്കിന്റെ ഒപ്പം മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ചോയ് സ്യോയോങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ്. ഒരു ഡ്രാമ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. ഭയങ്കര സാഡ് ആൻഡ് നമ്മുടെ ഹാർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള സാഡ്നെസ് ആണ് ഈ ഒരു ഡ്രാമയിൽ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നിങ്ങനെ ആലോചിച്ചിരിക്കും. ലൈഫിൽ ഓരോ നിമിഷങ്ങളും നമ്മൾ അടിച്ചു പൊളിക്കേണ്ടതാണ്, അതൊന്നും മിസ്സാക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ ഇഫ് യു വിഷ് അപ്പോൺ മീ. ഇനി നാലാമത്തെ ഡ്രാമയാണ് ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റ്. ഇത് 2020 റിലീസ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇത് ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഇതിൽ ഒരു 5 ക്ലോസ് ഫ്രണ്ട്സിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അവര് ചെറുപ്പം മുതലേ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. അതും സെയിം ഹോസ്പിറ്റലിലാണ് ഡോക്ടേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇവരുടെ പാഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് തന്നെ ഉണ്ട്. അപ്പോൾ സെയിം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മ്യൂസിക്കും കൂടെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഹോസ്പിറ്റൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും ഒക്കെ നന്നായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ ആ ഒരു കരിയറിനും ഇവരുടെ പാഷനും ഇവർ ഒരേപോലെ ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് യൂണിയോൺ സ്യോക്ക് എന്ന് പറയുന്ന ആക്ടർ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഡോക്ടർ റൊമാൻറ്റിക് കിങ്ങിൽ, അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. യൂണിയോ സ്യോക്ക് എന്ന് പറയുന്ന ആക്ടറിന്റെ പെയറായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ് ആണ് ഷിൻ ഹ്യോൺ സ്യോങ് എന്ന് പറയുന്ന ആക്ട്രസ് കേട്ടോ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജോ ജങ് സ്യോക്ക്, യോൺ മിഡോ, ജങ് ക്യോങ് ഹോ, കിം ഡേ മ്യോങ്. ഇത്രയും ആക്ടറും ആക്ട്രസും ആണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഈ ഡ്രാമ നിങ്ങൾ കാണാനായിട്ട് മിസ് ചെയ്യരുത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള ഡെയിലി ഡോസ് ഓഫ് സൺഷൈൻ. ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് പാക് ബോയങ് ആണ് കേട്ടോ. ഇതില് പാക് ബോയങ് ഒരു നേഴ്സ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അതായത് നമ്മുടെ കഥയിലെ നായിക ഒരു നേഴ്സ് ആണ്, ഒരു സോഫ്റ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള നേഴ്സ് ആണ്. സോ അവൾക്ക് നേരെ വരുന്ന ഒരുപാട് ചലഞ്ചസുകൾ അവൾ ഫേസ് ചെയ്യുന്ന ഒരു കഥയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ പാക് ബോയങ്ങിന്റെ പെയറായിട്ട് അഭിനയിക്കുന്നത് യോൺ വൂജിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടർ ആണ് കേട്ടോ. ഇവരുടെ ലവും ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ആക്ട്രസ് ഏത് ആക്ടറും ആയിട്ടും നല്ല കെമിസ്ട്രി ആയിരിക്കും കേട്ടോ. സോ അതും നിങ്ങൾ മിസ്സാക്കരുത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇത് ടോട്ടൽ ആയിട്ട് 12 എപ്പിസോഡ്സ് ആണുള്ളത്. സോ ഈ 5 മെഡിക്കൽ ഡ്രാമകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.